ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ കുക്കിങ്ങും മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കണ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ മുട്ട പുഴുങ്ങാനും കൂടി വെച്ചിട്ടുണ്ട്. ഇന്ന് അപ്പം മുട്ടക്കറിയാണ് റെഡിയാക്കണത്. ഇതിൻ്റെ ഇടയിൽ ചായയൊക്കെ തിളച്ച് ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തലേന്ന് കുതിർത്ത് വെച്ച അരി കഴുകിയെടുത്ത് ഇവിടെ ആട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ അരിയൊക്കെ ഇവിടെ ആട്ടിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അപ്പം ചൂടാനും നിൽക്കുന്നുണ്ട്. ലുലു മദ്രസക്ക് 6:15 പോയിട്ടുണ്ട്. അജുവിന് 7:30 മദ്രസ്. അജു ഇപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് മദ്രസക്ക് പോവല്. മദ്രസ് വിട്ട് കഴിഞ്ഞിട്ട് വേറെ ഒന്നിനും നേരമില്ല. 8:45 8:50 ആകുമ്പോൾ ഓല വണ്ടി വരും. അങ്ങനെ ഒരടുപ്പിൽ ഞാനിവിടെ അപ്പം ചൂടുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കറി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ചായയും കാടിയും ആയിട്ട് ഓനെ കൊടുത്തിട്ട് ഓനെ പറഞ്ഞയച്ചിട്ട് വേണം ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കാൻ. അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായക്ക് പാൽ ഒഴിക്കാനുണ്ട്. അപ്പോഴേക്ക് അജുദ ഇവിടെ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. യൂണിഫോമും എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ മദ്രസ പോലിപ്പോൾ. ഐശുട്ടി ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അജുവിനെ ആ സ്കൂട്ടിമ്മലാണ് മദ്രസ കൊണ്ടാക്കൽ. ഇന്നിപ്പോൾ എങ്ങനെ ഇപ്പോൾ കൊണ്ടാക്കി എഴുതി നിൽക്കുകയാണ്. ആകെ 1 മണിക്കൂറോളം മദ്രസ കിട്ടുക. അപ്പോൾ നടന്നും കൂടി പോയാൽ തീരെ മദ്രസും കിട്ടൂല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ചോറിനുള്ള വെള്ളം വെക്കാൻ നിൽക്കുകയാണ്. ചോറിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഐശുട്ടിയും കൂടി വേഗം ചായയൊക്കെ കുടിച്ചു. ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് വെള്ളമൊക്കെ ഇവിടെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മത്തനും കൊണ്ട് ഒരു എരിശ്ശേരി പോലെ വെക്കണം എന്നാണ് കരുതിയിരിക്കുന്നത്. കുറച്ച് ചിക്കനും കൂടി ഉണ്ട്, അതും പൊരിക്കണം. ഇന്നലെ കുറച്ച് വൻപയർ കുതിർക്കാൻ വെച്ചിരുന്നു. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കുകയാണ്. ഇതിനൊപ്പം തന്നെ മത്തന് ഞാനിവിടെ നന്നാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ മത്തൻ്റെ തൊലി കളയാറില്ല കേട്ടോ. നല്ല പോലെ കഴുകിയെടുത്തിട്ട് ഇത് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതും തന്നെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും തന്നെ മസാല കൂട്ടിയിട്ട് പൊരിച്ചെടുക്കണം. അങ്ങനെ ചിക്കൻ ഇവിടെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ഞാൻ പുറത്ത് പോയി പൊളിച്ച് ചിരവിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഇവിടെ അടുപ്പത്ത് തന്നെ പൊരിക്കാൻ വെക്കുകയാണ്. ചോറിന് ഞാൻ ചെറിയ അടുപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. റേഷൻ പൊടിയത്തെ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. വൻപയർ വെന്തിട്ട് ഇതിലേക്ക് ഞാൻ മത്തന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ കറികളൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ അജുവിനുള്ളതും ലുലുവിനുള്ളതും ചോറ് ലുലു ആണ് ആക്കിയത്. അജു എന്തെങ്കിലും സ്നാക്സും കൂടി കൊണ്ടുപോകലുണ്ട്, അതും ആക്കി കൊടുത്തു. ഞങ്ങൾ വീടിൻ്റെ അവിടുന്ന് വണ്ടി കയറാൻ കുറച്ചിങ്ങോട്ട് നടക്കണം. ഐശുട്ടിയും തന്നെ ഒലപ്പം തന്നെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.